എവരിവൺ, വെൽക്കം ബാക്ക് ടു ട്രാവൽ സ്റ്റോറീസ് ബൈ ഹർഷനിധി. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന എന്നാൽ കേരള തമിഴ്നാട് ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഹിമവത് ഗോപാലസ്വാമി പേട്ടയിലേക്കാണ്. ഇത് മലയാളികളുടെ ഒരു സാധാരണ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. മലയാളികൾ സാധാരണയായി പോകാറുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണിത്. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ 9:45 ഞങ്ങൾ ഹിമവത് ഗോപാലസ്വാമി പേട്ടയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ബാംഗ്ലൂരിൽ നിന്നും കനകാപുര റൂട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ 3 മണിക്കൂറും 40 മിനിറ്റുമാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. ഗുണ്ടൽപേട്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഹില്ലാണ് ഹിമവത് ഗോപാലസ്വാമി പേട്ട. കനകാപുര, മലവള്ളി, കൊല്ലിഗല, ചാമരാജനഗർ വഴി ഗുണ്ടൽപേട്ടിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് 20 കിലോമീറ്ററോളം യാത്ര ചെയ്യുമ്പോൾ ഹിമവത് ഗോപാലസ്വാമി പേട്ടയിലും നമുക്ക് എത്തിച്ചേരാം. യാത്രയുടെ തുടക്കത്തിൽ ചെറിയ മഴക്കാറെല്ലാം ഉണ്ടായിരുന്നു. ഈ റൂട്ടിലൂടെ നമുക്ക് മൈസൂരും എത്തിച്ചേരാം. പക്ഷേ മൈസൂർ ടച്ച് ചെയ്യാതെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വലതുവശത്തായി കാണുന്നതാണ് ശ്രീ ശ്രീ രവിശങ്കർ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്റർ. കുറച്ചുകൂടെ മുന്നിലോട്ട് യാത്ര ചെയ്തതോടുകൂടി ആകാശമെല്ലാം തെളിഞ്ഞു തുടങ്ങി. പൊതുവെ വലിയ തിരക്കൊന്നും അനുഭവപ്പെടാത്ത ഒരു റൂട്ടാണിത്. ധാരാളം ബസ് സർവീസുകളും ഈ റൂട്ടിലൂടെ ഉണ്ട്. അതുമാത്രമല്ല, ഈ റൂട്ടിൽ ധാരാളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും ഉണ്ട്. ഈ കാണുന്നതാണ് ദയാനന്ദ സാഗർ യൂണിവേഴ്സിറ്റി. നല്ല കണ്ടീഷനിലുള്ള സ്മൂത്തായിട്ടുള്ള റോഡുകളുമാണ് ഈ റൂട്ടിൽ. ബൈക്ക് റൈഡേഴ്സിൻ്റെയൊക്കെ ഒരു ഇഷ്ടപ്പെട്ട റൂട്ട് കൂടെയാണിത്. ഇവിടെ നിന്നും ചാമരാജനഗറിലേക്ക് 122 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത്. ഈ റൂട്ട് നേരെ പോയാൽ കനകാപുര ടൗണിലേക്കാണ് എത്തിച്ചേരുക. നമുക്ക് പോവേണ്ടത് റൈറ്റിലേക്കാണ്. ഇന്ത്യയുടെ ലാർജസ്റ്റ് കൊക്കൂൺ സിൽക്ക് പ്രൊഡ്യൂസർ എന്ന പേരിൽ കനകാപുര വളരെ ഫേമസ് ആണ്. അതുമാത്രമല്ല, ഒരുപാട് അഡ്വഞ്ചറസ് ട്രെക്കിംഗ് ഡെസ്റ്റിനേഷനുകളും ഇവിടെയുണ്ട്. അർക്കാവതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കനകാപുര രാമനഗര ഡിസ്ട്രിക്റ്റിലെ ഒരു സിറ്റിയാണ്. വലതുവശത്തായി യാത്രക്കാർക്കെല്ലാം ഭക്ഷണം കഴിക്കാവുന്ന ഒരു പ്യുവർ വെജ് ഹോട്ടലുമുണ്ട്. കർണാടകയിലെ അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ തന്നെയാണിത്. ഈ റൂട്ടിൻ്റെ ഒരു പ്രധാന പ്രശ്നം അധികം നല്ല ഹോട്ടലുകളൊന്നും കാണില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭക്ഷണം കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ടൗണുകളിലൂടെയെല്ലാം കടന്നു പോകുമെങ്കിലും നല്ല ഹോട്ടൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ നീണ്ടു കിടക്കുന്ന വിജനമായ കൃഷിയിടങ്ങളാണ് പോകുന്ന വഴിയിലെ പ്രധാന കാഴ്ച. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കയ്യിൽ കരുതിയിരുന്നു. കനകാപുര കഴിഞ്ഞാൽ പിന്നെ 2 ലൈൻ റോഡാണ് അങ്ങോട്ടേക്ക്. കുറച്ച് യാത്ര ചെയ്ത് മുന്നോട്ടെത്തിയതോടുകൂടി റോഡിന് ഇരുവശവുമായി തെങ്ങിൻ തോപ്പുകളാണ് കാഴ്ച. കരിക്കിനു വേണ്ടിയുള്ള തെങ്ങിൻ തോപ്പുകളാണ് ഇവയെല്ലാം. ദൂരെയായി ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു പാറയും അതിനോട് ചേർന്ന് ഒരു ക്ഷേത്രവും. ഈ യാത്രയിലെ ഭൂരിഭാഗം സമയവും ഇതുപോലുള്ള വിജനമായ വഴിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. ഈ യാത്ര മാത്രമല്ല, കർണാടക പോലുള്ള ഒരു വലിയ സംസ്ഥാനത്തിലൂടെയുള്ള മിക്ക യാത്രകളിലും ഇത്തരം കാഴ്ചകൾ തന്നെയാണ് കൂടുതലായി കാണാൻ സാധിക്കുക. പിന്നെ എനിക്ക് വളരെ അട്രാക്റ്റീവായി തോന്നിയ ഒരു കാര്യമാണ് ഈ കർണാടകൻ ഗ്രാമങ്ങളിലെ കർഷകരുടെ ഈ വീടുകൾ. വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള വീടുകളാണ് ഇവയെല്ലാം. ശ്രാവണ ബലഗോള യാത്രയിൽ ഉച്ചഭക്ഷണം കഴിക്കാനായി ഞങ്ങൾ ഇതുപോലൊരു വീട്ടിലേക്കായിരുന്നു പോയിരുന്നത്. മച്ചെല്ലാമുള്ള നല്ല തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ് ഇതിനകത്ത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു അന്ന് ഞങ്ങൾക്ക് അവിടുന്ന് ലഭിച്ചത്. കാവേരി നദിയുടെ ഒരു ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഷിംഷ റിവറിന് മുകളിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഈ റോഡ് സ്ട്രെയിറ്റ് പോയാൽ കൊല്ലിഗല ചാമരാജനഗറിലേക്കും റൈറ്റിലേക്ക് പോയാൽ മലവള്ളി ടൗണിലേക്കുമാണ് എത്തിച്ചേരുക. മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു താലൂക്കാണ് മലവള്ളി.
ചരിത്രത്തിൽ മലവള്ളി പട്ടണം 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധം മുതൽ ഉള്ളതാണെന്ന് പറയപ്പെടുന്നു. ടിപ്പു സുൽത്താന്റെ മൈസൂർ സൈന്യവും ആർത്തർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന പോരാട്ടമാണ് മലവള്ളി യുദ്ധം എന്നറിയപ്പെടുന്നത്. മലവള്ളിയിൽ നിന്നും കുറച്ചു ദൂരം യാത്ര ചെയ്താൽ ലെഫ്റ്റിലേക്ക് ഒരു വഴി കാണാം. ശിവനസമുദ്ര വാട്ടർഫോൾസിലേക്കുള്ള റൂട്ടാണിത്. പോകുന്ന വഴിക്ക് വാട്ടർഫോൾസും ഒന്ന് കയറി കാണാമെന്ന് കരുതി. ഗഗൻചുക്കി, ബരാചുക്കി വാട്ടർഫോൾസുകൾ ചേർന്നതാണ് ശിവനസമുദ്ര വാട്ടർഫോൾസ്. അതിൽ ഗഗൻചുക്കി വാട്ടർഫോൾസ് കാണാനാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. ശിവനസമുദ്ര വാട്ടർഫോൾസിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇതിനു മുൻപ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴ ഇടയ്ക്കിടയ്ക്കായി പെയ്യുന്നതുകൊണ്ട് വാട്ടർഫോൾസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണാൻ ഒരാഗ്രഹം. കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ വാട്ടർഫോൾസിൽ ത്രൂ ഔട്ട് ദ ഇയർ വെള്ളം ഉണ്ടാവും. എങ്കിലും മഴക്കാലത്തായിരിക്കുമല്ലോ വാട്ടർഫോൾസ് അതിന്റെ ഭംഗിയിൽ കാണാൻ സാധിക്കുക. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു വെള്ളച്ചാട്ടം കാണാൻ. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ് ഈ ഗഗൻചുക്കി വാട്ടർഫോൾസ്. ബരാചുക്കി വാട്ടർഫോൾസും ഇതുപോലെ തന്നെ മനോഹരമാണ്. പക്ഷേ അവിടെ എത്തിപ്പെടാൻ കുറച്ചുകൂടെ യാത്ര ചെയ്യണം. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് എത്ര സമയം വേണമെങ്കിലും ഈ വെള്ളച്ചാട്ടം ആസ്വദിച്ചിരുന്ന് കാണാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഈ പ്ലാറ്റ്ഫോമുകളുടെ കൺസ്ട്രക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഇവിടെ എൻട്രി ടിക്കറ്റുകളൊന്നും കളക്ട് ചെയ്യുന്നില്ല. എത്ര തവണ വന്നാലും മടുക്കാത്തൊരു കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റേത്. ഓരോ തവണ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോഴും വ്യത്യസ്ത ഭാവത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളാണ് കണ്ടിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. പക്ഷേ ഈ കാഴ്ച കണ്ട് കുറച്ച് സമയം ഞങ്ങളവിടെ നിന്നുപോയി. കുറച്ച് സമയമല്ല, 1 മണിക്കൂറോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ 16ാം സ്ഥാനമാണ് ശിവനസമുദ്ര വാട്ടർഫോൾസിനുള്ളത്. ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒറിജിനൽ സൗണ്ട് ഒന്ന് കേട്ടാലോ. ഏതായാലും പ്രതീക്ഷിച്ചതുപോലുള്ള മുൻപത്തേതിനേക്കാളും നല്ല വെള്ളച്ചാട്ടമായിരുന്നു ഇത്തവണത്തേത്. അതിൻ്റെ സന്തോഷം ഞങ്ങളുടെ മുഖത്തുമുണ്ട്. നിങ്ങൾ ബാംഗ്ലൂരിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കാൻ തുടങ്ങി. സാധാരണ ദിവസങ്ങളിൽ വാഹനങ്ങളെ ഇവിടം വരെ കയറ്റി വിടാറുണ്ട്. ഇന്ന് തിരക്ക് കൂടുതലായതുകൊണ്ടാണ് പുറത്ത് പാർക്കിംഗ് ആക്കിയത്. പിന്നെ ഇവിടെ മരങ്ങളിൽ ധാരാളം കുരങ്ങന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കണം. ഞങ്ങളൊരു നട്ടുച്ചയാവാറായ സമയത്താണ് ഇവിടെ എത്തിയത്. നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത്. പിന്നെ വീണ്ടും ഹിമവത് ഗോപാലസ്വാമി പേട്ടയിലേക്കുള്ള യാത്ര തുടർന്നു. ഈ കാണുന്നത് കാവേരി നദിയുടെ മുകളിലൂടെയുള്ള ഒരു പാലമാണ്. കാവേരി നദി കരകവിഞ്ഞൊഴുകിയിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. തൊട്ടടുത്തുള്ള കൃഷിയിടങ്ങളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തായി മറ്റൊരു പാലവും നമുക്ക് കാണാം. അതിലൂടെ ബസ്സെല്ലാം പോകുന്നുണ്ട്. ഈ പാലത്തിന് മുകളിൽ നിന്ന് കാവേരി നദിയുടെയും അതിൻ്റെ വൃഷ്ടിപ്രദേശത്തിൻ്റെയും എല്ലാം ഒരു പനോരമിക് വ്യൂ തന്നെ നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മൾ കൊല്ലിഗല എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാമരാജ നഗർ ജില്ലയിലെ ഒരു പ്രധാന താലൂക്കും സിൽക്ക് വ്യവസായത്തിന് പേരുകേട്ട സ്ഥലവുമാണ് കൊല്ലിഗല. ഇവിടെ പ്രധാനമായും കൈത്തറി സിൽക്ക് സാരി വ്യവസായമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സിൽക്ക് സിറ്റി എന്നും അറിയപ്പെടുന്നു. ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് കൊല്ലിഗല ടൗണിലേക്ക്.
കർണാടക സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ താലൂക്ക് കൂടെയാണ് കൊല്ലിഗല. പിന്നെ ഈ ബ്ലാക്ക് മാജിക് പരിപാടികളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടെയാണിത് എന്നും പറയപ്പെടുന്നുണ്ട്. ഈ റൂട്ടിൽ തന്നെ നമുക്ക് ചാമരാജനഗറിൽ നിന്ന് ദിമ്പം സത്യമംഗലം വഴി കോയമ്പത്തൂർ പോയി ജോയിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ അടുത്ത മെയിൻ ടൗൺ ആയിട്ടുള്ള ചാമരാജനഗറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ലെഫ്റ്റ് കാണുന്ന വഴിയാണ് ചാമരാജനഗർ ടൗണിലേക്കുള്ളത്. 1997 വരെ മൈസൂർ ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇത്. പിന്നീടാണ് മറ്റൊരു ജില്ലയായി ചാമരാജനഗർ മാറിയത്. മൈസൂർ രാജാവായിരുന്ന ചാമരാജ വോഡയാർ 9ാമൻ ജനിച്ചത് ഇവിടെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഈ നാടിന് ചാമരാജനഗര എന്ന് പേര് വന്നത്. അടുത്തതായി നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് കോഴിക്കോട് കൊല്ലിഗല ഹൈവേയിലേക്കാണ്. ലാൻഡ് ഓഫ് ഫോക്ക് ആർട്സ് എന്നാണ് ചാമരാജനഗരം അറിയപ്പെടുന്നത്. ഇനി നേരെ ഗുണ്ടൽപേട്ടിലേക്കാണ് യാത്ര. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ചാമരാജനഗറിലെ ഒരു മുനിസിപ്പൽ ടൗൺ ആണ് ഗുണ്ടൽപേട്ട്. പൂക്കളുടെ കൃഷി ധാരാളമായി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്ലവർ പോട്ട് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. സൂര്യകാന്തി തോട്ടങ്ങളും ചെണ്ടുമല്ലി തോട്ടങ്ങളും കൊണ്ട് ഫേമസ് ആണ് ഗുണ്ടൽപേട്ട്. കേരള, കർണാടക, തമിഴ്നാട് അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ 3 സംസ്ഥാനങ്ങളുടെയും കൾച്ചർ ഇവിടെ നമുക്ക് കാണാം. വലതുവശത്തായി കാണുന്നത് സുൽത്താൻ ബത്തേരിയിലേക്കുള്ള റൂട്ടാണ്. നിലമ്പൂർ നാടുകാണി ചുരം വഴിയുള്ള KSRTC യാത്രയിൽ ഈ വഴികളെല്ലാം കാണിച്ചിരുന്നു. വീഡിയോ കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗുണ്ടൽപേട്ടിൽ നിന്ന് മൈസൂർ ഊട്ടി ദേശീയപാതയിൽ 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ റൈറ്റ് സൈഡിലായി ഒരു വലിയ കവാടം കാണാം. ഇതാണ് ഹിമവത് ഗോപാലസ്വാമി ഹിൽസിലേക്കുള്ള എൻട്രൻസ്. ഒരു സ്വർഗത്തിന്റെ കവാടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീടുള്ളത് ഹങ്കാല എന്ന ഗ്രാമത്തിന്റെ കാഴ്ചകളാണ്. കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന പലതരം കൃഷിയിടങ്ങൾ. ഓണക്കാലമാവുമ്പോൾ സൂര്യകാന്തി തോട്ടങ്ങളും ചെണ്ടുമല്ലി തോട്ടങ്ങളും പൂത്തുലഞ്ഞു നിൽക്കും. അത് കാണാനായി മലയാളികൾ ഉൾപ്പെടെ നിരവധി സഞ്ചാരികളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഉണ്ടാവും. ഈ വഴി എത്തിയതോടുകൂടി കൂടുതലായും കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് കണ്ടത്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമ പലതവണ കണ്ടതുകൊണ്ടാവാം ഈ സ്ഥലങ്ങളൊക്കെ വളരെ പരിചിതമായി തോന്നി. കന്നുകാലി കൂട്ടങ്ങൾക്ക് മേഞ്ഞു നടക്കാൻ പാകത്തിലുള്ള പ്രദേശങ്ങളാണ് ഇവിടെയെല്ലാം. ഹിമവത് ഗോപാലസ്വാമി ഹിൽസിലേക്ക് നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളൊന്നും കടത്തിവിടില്ല.
കുന്നിന് താഴെയായി കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ KSRTC വാഹനത്തിലാണ് നമ്മൾ ഹിൽസിലേക്ക് പോകുന്നത്. പിന്നെ കുറച്ചു ദൂരം യാത്ര ചെയ്തതോടുകൂടി ചെണ്ടുമല്ലിപ്പാടങ്ങൾ കണ്ടു തുടങ്ങി. പൂക്കൃഷിയുടെ വിളവെടുപ്പ് കാലം ആയതോടുകൂടി വളരെ കുറച്ച് പാടങ്ങൾ മാത്രമാണ് ഇതുപോലെ നിലനിർത്തിയിട്ടുള്ളൂ. ചെണ്ടുമല്ലി തോട്ടങ്ങളാണ് ഞങ്ങളുടെ യാത്രയിൽ കൂടുതലായി കണ്ടിരുന്നത്. സൂര്യകാന്തി തോട്ടങ്ങളുടെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞിരുന്നു. പൂക്കളെല്ലാം ഒരുമിച്ച് ഇതുപോലെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ മാത്രമാണ് ബസ്സുകൾ ഗോപാലസ്വാമി ഹിൽസിലേക്ക് ഷട്ടിൽ സർവീസുകൾ നടത്തുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷനായ ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് കണ്ടതിന് ശേഷം ഇവിടെ നിർത്താമെന്ന് കരുതി. ചെണ്ടുമല്ലിത്തോട്ടങ്ങൾ കാണാനായി വന്ന ആളുകളുടെ തിരക്ക് കാരണം റോഡ് തന്നെ ബ്ലോക്കായി. ചെണ്ടുമല്ലിപ്പൂക്കളിലേക്ക് വെയിൽ കൂടെ വന്ന് പതിക്കുമ്പോൾ കത്തി നിൽക്കുന്ന പാടം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. വാഹനം ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്നു. ടിക്കറ്റ് കൗണ്ടറിലേക്കുള്ള ക്യൂ ആണ് നിങ്ങളീ കാണുന്നത്. പക്ഷേ ഒരു ബസ്സിൽ 40 മുതൽ 50 വരെ ആളുകളെ കയറ്റാവുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ക്യൂ നീങ്ങും. അതുകൊണ്ട് അധിക സമയം നിൽക്കേണ്ടി വന്നില്ല. ₹70 ഒരാൾക്ക് ടിക്കറ്റ് ചാർജായി വരുന്നത്. KSRTCയുടെ ഈ ബസ്സുകളാണ് ഹിൽസിലേക്ക് ഷട്ടിൽ സർവീസ് നടത്തുന്നത്.
അങ്ങനെ ഞങ്ങൾ ഹിമവത് ഗോപാലസ്വാമി ബേട്ടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണിതെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മൺസൂൺ കാലങ്ങളിൽ ദിവസം മുഴുവനും കോടമഞ്ഞ് മൂടുന്ന പ്രദേശമാണ് ഹിമവത് ഗോപാലസ്വാമി കുന്നുകൾ. എപ്പോഴും ഒരു തണുത്ത കാറ്റും വീശിക്കൊണ്ടിരിക്കും. തൊട്ടടുത്ത നീലഗിരിയിൽ നിന്നും വീശിയടിക്കുന്ന തണുത്ത കാറ്റാണ് ഗോപാൽസ്വാമി ബേട്ടയെ കുളിരണിയിക്കുന്നത്. ആയിരത്തി 1315 ഹൊയ്സാല കാലഘട്ടത്തിൽ വീര ബല്ലാല എന്ന രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ക്ഷേത്രത്തിനകത്തേക്ക് ദർശനത്തിനായുള്ള ക്യൂ ആണ് വലതുവശത്തായി കാണുന്നത്. സ്ലീവ്ലെസ് ഡ്രസ്സുകളും ഷോർട്സുകളൊന്നും ധരിച്ച് അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതുപോലെ വീഡിയോഗ്രഫി, ഫോട്ടോഗ്രഫി എല്ലാം അകത്ത് പ്രൊഹിബിറ്റഡ് ആണ്. നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്തേക്ക് കയറാൻ നിന്നില്ല. ഈ പുറത്തുള്ള കാഴ്ചകൾ തന്നെ നല്ല പോസിറ്റീവ് വൈബ് തരുന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും മലയാളികളായിരുന്നു. അമ്പലത്തിന് പുറകുവശത്തായി ചെറിയ മതിൽക്കെട്ടുകളാണ്. അതിലിരുന്ന് തന്നെ നമുക്ക് ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കാം. അമ്പലത്തിന് ചുറ്റുമായി ഫെൻസിങ്ങും ചെയ്തിട്ടുണ്ട്. ധാരാളം ആനക്കൂട്ടങ്ങൾ വരുന്ന ഏരിയയാണ് ഇവിടെയെല്ലാം. സന്ധ്യാപൂജ കഴിഞ്ഞ് അമ്പലത്തിന്റെ നടയടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവിടമെല്ലാം വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണ്. ആനകളാണ് പ്രധാനമായും ഇവിടെ എത്താറുള്ളത്. ഞങ്ങൾ വിസിറ്റ് ചെയ്ത സമയത്ത് നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു ഗോപാലസ്വാമി ഹിൽസിലേത്. പക്ഷേ അനിമൽസിനെ ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 4770 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. ദക്ഷിണ ഗോവർദ്ധനഗിരി എന്നും ഇവിടം അറിയപ്പെടുന്നു. ഒരു കാലത്ത് ചന്ദന കള്ളക്കടത്തുകാരൻ വീരപ്പന്റെ സന്ദർശനം കൊണ്ട് ഈ ക്ഷേത്രം വാർത്തകളിൽ ഇടം നേടിയിരുന്നു. കനത്ത സുരക്ഷാ സംവിധാനം ഒരുക്കി വീരപ്പനെ പിടികൂടാനായി ടാസ്ക് ഫോഴ്സുകൾ നിരവധി ഓപ്പറേഷനുകൾ ഇവിടെ നടത്തിയിരുന്നു. പക്ഷേ അന്ന് അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് വീരപ്പൻ പലതവണ ഇവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയുടെ ക്ലൈമാക്സ് സീനും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. പെട്ടെന്നാണ് ക്ലൈമറ്റ് നല്ല പുൽമേടുകളാണ്. ഇതുപോലെ മറ്റേ വാഗമൺ ഇതേപോലെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വരാൻ തന്നെ തോന്നിയിരുന്നില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗോപാലസ്വാമി ബേട്ട. സത്യം പറഞ്ഞാൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം. തിരിച്ചവിടെ നിന്ന് ഇറങ്ങുന്ന വഴി ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ ഒരു വൈഡ് വ്യൂ തന്നെ കിട്ടി.
പിന്നെ നേരെ പോയത് ചെണ്ടുമല്ലിപ്പാടത്തേക്കായിരുന്നു. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുകയാണ് ഈ ചെണ്ടുമല്ലിപ്പാടം. ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ 20 രൂപയുടെ ഒരു ചെറിയ എൻട്രി ഫീസ് കൂടെ കൊടുത്തിരുന്നു. നല്ല ലൈറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ആ ആകാശത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ചെണ്ടുമല്ലിപ്പാടം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ ട്രാവൽ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഗുണ്ടൽപേട്ടിലൂടെ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വിസിറ്റ് ചെയ്യാവുന്ന ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ ഗോപാലസ്വാമി ബേട്ട. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും വേണം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.